ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ. ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. ഇത്തരം തിരുനാമകീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ, ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയോമിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗമുപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണമുര ചെയ്തു. അധ്യായം 6. ദാഹത്താൽ വരും വഴിപോക്കർക്കു ജലദാനം ദേഹികൾ ചെയ്തിടായിൽ തിര്യഗ്യോനിയിലവൻ ഭവിക്കുമെന്നു നൂനം ഗ്രഹിപ്പാനൊരു കഥ ശ്രവിക്ക മഹാമതേ ചൊല്ലുവാൻ ചുരുക്കി ഞാൻ. ഇക്ഷ്വാകുവംശേ ഹേമാങ്കതനെന്നൊരു പുമാനിക്ഷിതീതലേ മുന്നമൊരു ഭൂപാലനുണ്ടായി. തൽക്ഷണം സർവവിപക്ഷാവഹേ ബഹുജേത ദക്ഷനായ നാനാവനി രക്ഷിച്ചു വാണാൻ ചിരം. നൽക്ഷോണി കണികകളബ്ധിതൻ ബിന്ദുക്കളും നക്ഷത്രഗണങ്ങളും എത്രയുണ്ടെന്നാലത് മേദിനി ദേവന്മാർക്കു ഗോദാനം ചെയ്തത. മേദിനി സർവം മൂടി ദർഭയും യഥാർത്ഥമായി. ഭൂമിഗോത്തിലഹ ഹിരണ്യാദികൾ ബഹുവിധം ഭൂമിപാലകൻ വിപ്രജാതിക്കു ദാനം ചെയ്തു. ജലദാനത്തെയൊഴിഞ്ഞൊക്കവേ ദാനം ചെയ്തു. വില കൂടാതെ ജലം സിദ്ധിക്കുമെന്നോർക്കയാൽ ബ്രഹ്മനന്ദനായ വസിഷ്ഠ മഹാമുനി ധർമ്മദാനാദിഫലമുപദേശിച്ച ശേഷം പാനീയദാനം ബഹുമാനിച്ചീലവനീശൻ. നാനാദിക്കിലും ജലം സിദ്ധിക്കുമെന്ന ബുദ്ധ്യാ ധരിത്രീ സുരഗംഗഹീനരാമവരെയും ദരിദ്രാർത്തന്മാരെയും വ്യാധിതജനത്തെയും അജസ്രം ഭജിച്ചഭീഷ്ടങ്ങളെ ദാനം ചെയ്തു. മതി തീരാതെ ധരിച്ചിടു നീ നരപതേ. ശ്രോതിയന്മാരായി ധർമ്മപാരകന്മാരായി വൃദ്ധതത്വജ്ഞന്മാരായുള്ള വിദ്വാത്മാക്കളെ നിത്യം സകല ജനങ്ങളും പൂജിക്കുമതുമൂലം സുഖമേ വസിച്ചിടും, ദുഃഖമില്ലവർക്കേതും. ദുഃഖിതന്മാരെ കുറിച്ചേറ്റവും കൃപ വേണം ഉൾക്കാമ്പിലെന്നു നിനച്ചു മഹാപതിഭൂപൻ ദീനരാം ജനങ്ങൾക്കു ബഹുദാനങ്ങൾ ചെയ്തു. മാനുഷനാഥൻ ജന്മം കഴിച്ചോരനന്തരം ഉദകദാനം ചെയ്തിടായികയാൽ അവൻ പിന്നെ ചാതകപക്ഷിയായി ജനിച്ചു 3 ജന്മം. ഗൃദ്ധനായി പിറന്നോരു ജന്മവും കഴിച്ചവൻ 7 ജന്മങ്ങൾ പിന്നെ ശ്വാനനായി പിറന്നിതു. വ്യഥിതൻ നൃപൻ പിന്നെ ശ്രുതകീർത്തിയായുള്ള മിഥിലാധിപനുടെ സഭനേപ്രതോളിയിൽ ഗ്രഹഗോതികാജന്മം ഭവിച്ചു കീടാദികൾ സഹിതം ഭുജിച്ചമ്പത്തെട്ടു വത്സരം വാണാൻ. അന്നൊരു ദിനം മുനിശ്രേഷ്ഠനാം ശ്രുതദേവൻ വന്നിതു മിഥില ഭൂപാലകഗൃഹം തന്നിൽ. ധന്യനാം നൃപൻ പൂജ സാധനത്തോടും വേഗാൽ ചെന്നു മാമുനിയുടെ കാൽ കൊഴിവിച്ചു ഭക്ത്യാ തൽപാദതീർത്ഥം തൻ്റെ ശിരസിൽ തളിച്ചപ്പോൾ കേൾപ്പോടങ്ങൊരു തുള്ളി ഗ്രഹഗോതികയുടെ തരസാമേനി തന്നിലേറ്റപ്പോൾ പൂർവജന്മസ്മരണയുണ്ടായി വന്നു. ഗ്രഹഗോതികയ്ക്കുള്ളിൽ കഴിഞ്ഞ ജന്മദുഃഖമൊക്കെ കണ്ടകക്കാമ്പിൽ വഴിഞ്ഞ ഭീതിയോടെ ഭവനഗോധിയേറ്റം കരഞ്ഞു താപം പൊറാഞ്ഞമ്മുനിവരനോടു നിറഞ്ഞ ഭക്തിയോടും പറഞ്ഞുകൊണ്ടാനേവം. പാഹി മാം മുനേ പരിത്രാഹി മാം മഹാമുനെ, ദേഹി മാം കൃപാലേശം കാരുണ്യവാരാം നിധേ. ജന്തുഭാഷിതം തപോരാശി കേട്ടതു നേരം
സ്വാന്ത കൗതുകം പൂണ്ടു ചോദിച്ചു മുനിശ്രേഷ്ഠൻ, എന്തു നിൻ താപമെന്നും ജന്തോ നീ ആരെന്നതും ബന്ധമെന്തിവിടെ നീ ഹന്ത വന്നതും ചൊൽക. ഉപദേവനോ ഭവാൻ ദേവനോ മഹാമതേ, നൃപനോ ദാനവനോ ചൊല്ലു നീ പരമാർത്ഥം. അതു കേട്ടേവം ശ്രുതദേവനോടുര ചെയ്താൻ, മതിമാനിക്ഷ്വാകുതൻ പുത്രൻ ഞാനറിക നീ. അസംഖ്യം ഗോദാനവും അഖില യാഗങ്ങളും അസംഖ്യം ധനധാന്യ വസ്തുക്കൾ ദാനം ചെയ്തേൻ. അങ്ങനെ ദാനാദികൾ ചെയ്തു ഞാൻ മരിച്ചപ്പോൾ തിങ്ങിന ഖേദാൽ മുന്നം ജന്മപാതകമായേൻ. ഗൃദ്ധനായൊരു ജന്മം കഴിച്ചേനത്രയല്ല, വർത്തിച്ചേനേഴു ജന്മം കക്കുരനായിദ്ദേഹം. ബോധിയായി ബഹുകാലമുണ്ടത്രമേ വീടിനേൻ, ബോധമേറിയിടും തവ പാത തീർത്ഥങ്ങളേറ്റു. ബോധവും എനിക്കുള്ളിലുദിച്ചേൻ പുതോത്തമ, സാധുസേവയാലേവം വന്നുകൂടിയിടുമല്ലോ. സുഹൃതമനവധി ചെയ്തുള്ളോരെനിക്കേവം വികൃതിയായ ജന്മമുണ്ടാവാൻ എന്തു ബന്ധം. സകല ദുഃഖം തീർത്തു കൃപയാ രക്ഷിക്കമാം സകല ഗുണാംബുധേ, സതതം നമോസ്തുതേ. ഇത്തരം ഗോതികിരം കേട്ടുമാ മുനിശ്രേഷ്ഠൻ ഉത്തരമവനോടു പാർത്തു ചൊല്ലിനാനേവം. ജ്ഞാനലോചനം കൊണ്ടു കണ്ടിതു ഭവാനുടെ ന്യൂനത ചൊല്ലിടുവൻ കേട്ടാലും തെളിഞ്ഞു നീ. വൈശാഖേ വാരിദാനം ചെയ്യായിക മൂലം ഭവാൻ ക്ലേശമാർ നേടുന്നോരു ചാതക ജന്മത്രയം. സൽപാത്രമറിഞ്ഞു ദാനം ചെയ്തിടായിക മൂലം കെൽപ്പാർന്ന ദുഃഖമനുഭവിപ്പാൻ വിധിയടോ. വന്നിയിലെല്ലാവരും ഹോമിക്കുമെന്നു കണ്ടു, പിന്നെ മറ്റന്യൻ ഭസ്മം തന്നിൽ ഹോമിച്ചിടുകിൽ ദഹിച്ചിടുകയില്ല, ഫലവും അതിനില്ല. ഗ്രഹിക്ക മതഭേദമിനിയും ചൊല്ലുമെടോ. ഉള്ളത്തിൽ കൃപാഹീനന്മാരിലുണ്ടെന്നാലേകൻ, ഉള്ളിലായാതിവൃക്ഷം നശിക്കുമാറുണ്ടോ ചൊൽ. എല്ലാരും തുളസിയെ പൂജിക്കുമെന്നോർത്തേകൻ, ചൊല്ലേറും ഫലാദികൾ പൂജിച്ചാൽ മതിയാമോ. വേദാന്ത ശാസ്ത്രവേദ്യരായി ജ്ഞാനികളായി ബോധിതാനന്ദ തപോനിഷ്ഠയാ വാണിയിടുന്ന വിഷ്ണുരൂപികളാകും വിപ്രരെയൊഴിഞ്ഞു നീ കശ്മലന്മാർക്കു മഹാദാനം ചെയ്തതു ചിത്രം. ജ്ഞാനികൾക്കിഷ്ടം വിഷ്ണു ഭഗവാൻ തന്നെയല്ലോ, ജ്ഞാനികൾക്കിഷ്ടം തന്നെ ഭഗവാൻ തനിക്കിഷ്ടം. വിഷ്ണുവാം ഭഗവാനെ പൂജിച്ച ഫലത്തേക്കാൾ വിഷ്ണുഭക്തനാം ജ്ഞാനി പൂജയ്ക്കു ഫലമേറ്റം. അന്ധമാർ കോടി ജനമൊന്നിച്ചു നോക്കിയിടിലും എന്തിൻ ഫലം വഴി കാണുമാറില്ലയല്ലോ. ഔവണ്ണം 100 കോടി യജ്ഞന്മാർ കൂടിയിടിലും ചൊവ്വഴും പുരുഷാർത്ഥം കാണുമാറില്ല നൂനം. ചൊല്ലേറും തീർത്ഥങ്ങളും പൃഥ്വീദേവന്മാരുമങ്ങില്ല സംശയമേതും കാലത്താൽ ശുദ്ധി നൽകും. സാധുസംഗതി കൊണ്ടു തൽക്ഷണേ പാപം നീങ്ങും, ബോധവുമുണ്ടായി വരും സകല ജനങ്ങൾക്കും. സാധുസേവയാലെങ്ങുമാതിയുണ്ടായി വന്നിടാ, സാധുദർശനം സുധാപാനത്തിനൊക്കുമല്ലോ. സാധുസേവയും ജലദാനവും ചെയ്യായികയാൽ ബോധഹീനനായി ജന്മമീദൃശം വന്നൂരവ. ദുഃഖിതനായ തവ വൈശാഖമേ മയാ കൃതം, മുഖ്യമാം കിഞ്ചിൽ പുണ്യം തരുവാൻ വാങ്ങിക്കൊൾ നീ എന്നരുൾ ചെയ്താചമനാദികൾ ചെയ്തു മുനി. പിന്നെ മാധവേയൊരു ദിവസം ഭൂദേവന്മാർ അന്യൂന്യം വാരിദാനം ചെയ്തുള്ള മഹാഫലമിന്ദിരാവരനെയും തന്നുള്ളിൽ സ്മരിച്ചുടൻ സാധുസത്തമവനേവ ദാനം ചെയ്തൊരു ശേഷം ഗോതിയും ദിവ്യവേഷം കൈക്കൊണ്ടു വിളങ്ങിനാൻ. പ്രീതിയായി മഹാമുനിശ്രേഷ്ഠനായി സാഷ്ടാംഗമായി വന്നു വീണുടൻ നമസ്കരിച്ചേറ്റവും സ്തുതി ചെയ്താൻ. സർവഭൂഷണ വസ്ത്രാദ്യലങ്കാരങ്ങളോടും ദിവ്യമാം വിമാനവും അവിടെ കാണായി വന്നു. താപസാജ്ഞയാ ദിവ്യയാനവുമേറിപ്പിന്നെ താപങ്ങൾ നീങ്ങി ദേവലോകത്തെ പ്രവേശിച്ചു. ദിവ്യഭോഗങ്ങളോടും 10,000 വർഷം ദേവലോകത്തു സുഖിച്ചിരുന്നു. പിന്നെയവൻ സത്വാശ്വകുലത്തിങ്കൽ കാകുൽസ്ഥാത്മജനായി സപ്തദ്വീപാദിയും അടക്കി വാണാനല്ലോ. മഹത്വമേറും ദാനകാലാദിധർമ്മഫലം ഗ്രഹിപ്പിച്ചിതു മുനി വസിഷ്ഠാനന്നു മുതാ. മാധവമാസവ്രതാനുഷ്ഠാനം ചെയ്തു ഭക്ത്യാ മാധവലോകം പ്രാപിച്ചിടിനാൻ അനുകൂലം. യശസ്സും ധനാദിയുമായുസ്സും സിദ്ധിച്ചിടും
വിശദമതേ വൈശാഖവ്രതമനുഷ്ഠിച്ചാൽ വിഷ്ണു സായുജ്യം തന്നെ സിദ്ധിക്കും അന്ത്യകാലേ. കൃഷ്ണ ഗോവിന്ദ ഹരേ, പിന്നെ മറ്റെന്തു കാര്യം? വിഷ്ണു സായുജ്യം തന്നെ സിദ്ധിക്കും അന്ത്യകാലേ. കൃഷ്ണ ഗോവിന്ദ ഹരേ, പിന്നെ മറ്റെന്തു കാര്യം? അധ്യായമാറും ചൊന്നേനറിക നൃപോത്തമ, ചിത്തകൗതുകത്തോടു കേട്ടാലും കഥാശേഷം. ഇതി വൈശാഖമാഹാത്മ്യേ ഷഷ്ടോധ്യായഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.